ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത് ടൂ വീലറിൽ എങ്ങനെ മൊബൈൽ ഹോൾഡർ ഫിക്സ് ചെയ്യാം എന്നതാണ്. ഇപ്പോൾ ഇവിടെ എക്സാമ്പിളായിട്ട് എടുത്തത് ക്ലാസിക് 350 ആണ്. അപ്പോൾ ലോക്കലായിട്ട് പർച്ചേസ് ചെയ്തതാണ് മൊബൈൽ ഹോൾഡർ. ഏകദേശം 400 രൂപയുടെ അടുത്ത് വരും. ഒരു മീഡിയം ക്വാളിറ്റി ടൈപ്പാണ് പ്രൊഡക്റ്റ്. അപ്പോൾ അതിൽ ഫിക്സ് ചെയ്യുന്ന സമയത്ത് അവിടെ കാണുന്ന 2 വോൾട്ടുകളിൽ 1 വോൾട്ട് അഴിച്ചെടുക്കുക. മങ്കി പ്ലെയർ വെച്ചിട്ട് അഴിച്ചെടുക്കാൻ പറ്റുന്നതാണ്, അല്ലെങ്കിൽ സ്പാനർ വെച്ചിട്ട് അഴിച്ചെടുക്കാം. അത് റിമൂവ് ചെയ്തിട്ട് അതിൽ ഫിക്സ് ചെയ്യുക. അതിനുശേഷം അതിൽ നിന്ന് വരുന്ന വയറ് ആക്സിലേറ്റർ കേബിൾ പോകുന്ന ആ ഹോളിലൂടെ അകത്തോട്ട് ഇടുക. അതിൻ്റെ എൻഡ് വലിച്ച് പുറത്തേക്ക് ഇടുക. അതിനുശേഷം ടാങ്കിൻ്റെ അടിവശത്തോട് കൂടി വയറിങ് ചെയ്യേണ്ടതാണ്. അപ്പോൾ ടാങ്കിൻ്റെ അടിവശത്തോട്ട് ആകുമ്പോൾ ആ വയറിങ് അങ്ങനെ പ്രൊജക്റ്റ് ചെയ്ത് നിൽക്കില്ല, സേഫാണ്. അടിവശത്തോട്ടുകൂടി എടുക്കുമ്പോൾ ഓൾറെഡി വണ്ടിയുടെ കേബിള് വയർ വലിച്ച പ്ലേസ് ഉണ്ട്. അതിൻ്റെ ഉള്ളിൽ കൂടി തന്നെ എടുത്താൽ ഏറ്റവും ബെറ്ററാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൽ എൻജിൻ്റെ ഹീറ്റ് തട്ടിയിട്ട് വയർ ഡാമേജ് ആവാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ അതുവഴി എടുക്കുക, വയർ അതുവഴി എടുക്കുക. അപ്പം ഇൻസുലേഷൻ ചെയ്തതായിട്ട് അവിടെ കാണാൻ പറ്റും. ഇൻസുലേഷൻ ടൈപ്പ് വെച്ചിട്ട് ഇൻസുലേറ്റ് ചെയ്തിട്ടുണ്ട്. അടുത്ത വ്യൂ കാണിക്കുന്നത് അതിൻ്റെ വയറിങ് എങ്ങനെ ചെയ്യാമെന്നുള്ളതാണ്. ഇപ്പോൾ സേഫായിട്ടുള്ള അടിയിൽ കാണാൻ പറ്റും. സേഫായിട്ട് തന്നെ ഓൾറെഡി വയർ എടുത്ത ഓൾഡ് വയറൊക്കെ വണ്ടിയുടെ വയറിങ്ങൊക്കെ ഉള്ള ആ ഒരു കേബിൾ ടൈ കാണാൻ പറ്റും. അവിടെ കേബിൾ ടൈ 3 കേബിൾ ടൈ ഉണ്ട്. അതിനുള്ളിലോട്ട് കൂടി വലിച്ച് പുറത്തേക്ക് എടുക്കുക. വണ്ടി ഓടി എൻജിൻ തണിഞ്ഞതിന് ശേഷം ചെയ്യുക, അല്ലെങ്കിൽ ഈ റോയൽ എൻഫീൽഡിൻ്റെ എൻജിൻ പാർട്ട് ഹീറ്റ് ആയതുകൊണ്ട് തന്നെ കൈ പൊള്ളാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ അത് ശ്രദ്ധിക്കേണ്ടതാണ്. അതിനുശേഷം വരുന്ന പ്രോസസ്സ് ബാറ്ററിയിലോട്ട് എങ്ങനെ കണക്ട് ചെയ്യാവുന്നതാണ്. സെൽഫായിട്ട് വീട്ടിൽ നിന്ന് തന്നെ ചെയ്യാവുന്നതേ ഉള്ളൂ. ബാറ്ററിയിൽ വരുന്ന 2 വയറുണ്ട്. ഒരു ബ്ലാക്ക് വയർ, ഒരു റെഡ് വയർ. ആ റെഡ് വയർ ലെഫ്റ്റ് സൈഡിൽ കാണുന്ന ബാറ്ററിയുടെ, അതായത് പോസിറ്റീവ് എന്നുള്ള ഭാഗത്ത് അഴിച്ചതിന് ശേഷം ഫിക്സ് ചെയ്യുക. അഴിച്ച് ഫിറ്റ് ചെയ്യുന്നതാണ് ഏറ്റവും ബെസ്റ്റ്. അല്ലാതെ ജസ്റ്റ് അവിടെ ചുരുട്ടി വെച്ച് കഴിഞ്ഞാൽ അത് ഇളകാനുള്ള സാധ്യതയുണ്ട്. അതിൽ ഫിറ്റ് ചെയ്യുക. അപ്പോൾ റൈറ്റ് സൈഡിൽ കാണുന്ന നെഗറ്റീവ്, അതായത് ബ്ലാക്ക് വയർ, റൈറ്റ് സൈഡിൽ കാണുന്ന ബ്ലാക്ക് വയർ അതിലും ഫിറ്റ് ചെയ്യുക. സിമ്പിൾ പ്രോസസ്സാണ്. ബാറ്ററി 12 വോൾട്ട് ആയതുകൊണ്ട് തന്നെ അധികം പേടിക്കേണ്ട കാര്യമില്ല, എന്നാലും ശ്രദ്ധിക്കുക. അപ്പോൾ ആ പ്രോസസ്സ് കംപ്ലീറ്റ് ആയി. അതിനുശേഷം വർക്ക് ആവുന്നുണ്ടോ ഇല്ലയോ എന്നുള്ളത് നമ്മൾ ജസ്റ്റ് ചാവി ഓൺ ചെയ്യുക. ചാവി ഓൺ ചെയ്യേണ്ട കാര്യമില്ല, അല്ലാതെ തന്നെ അത് ഡയറക്റ്റ് കറണ്ട് ഇപ്പോൾ അതിലോട്ട് പാസ്സായിട്ടുണ്ട്, ഡയറക്റ്റ് കൊടുത്തതുകൊണ്ട്. അപ്പോൾ ഡയറക്റ്റ് കൊടുക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൽ ഒരു ഓപ്ഷൻ വരുന്നത് ഓൺ ഓഫ് സ്വിച്ചിൻ്റെ ഒരു ഓപ്ഷൻ വരുന്നുണ്ട്. പവർ സപ്ലൈ കട്ട് ഓഫ് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ വരുന്നുണ്ട്. ഈ ഒരു ടൈപ്പ് ഡിവൈസിൽ അവിടെ ഒരു റബ്ബറിൻ്റെ ബുഷ് കാണാം. ആ ക്ലിപ്പ് ഓപ്പൺ ചെയ്യുക. ക്ലിപ്പ് ഓപ്പൺ ചെയ്തതിന് ശേഷം അതിൽ വൈറ്റ് കളറിൽ ചെറിയൊരു സ്വിച്ച് അവിടെ കാണാൻ പറ്റും. ആ സ്വിച്ച് ഓൺ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റും അവിടെ ഒരു ബ്ലൂ കളർ ലൈറ്റ് കാണാൻ പറ്റും. അതാണ് കറക്റ്റ് വർക്ക് ചെയ്യുന്നുണ്ട് എന്നുള്ളതിൻ്റെ സൂചന. അതിനുശേഷം നോർമൽ നമ്മളെ ഡാറ്റ കേബിൾ വെച്ചിട്ട്
മൊബൈൽ ഹബിൽ ഹോൾഡറിൽ വെക്കുക. കറക്റ്റ് പൊസിഷൻ നോക്കുക. ഓഫ് ചെയ്യേണ്ട സമയത്ത് അവിടെ തന്നെ ആ വൈറ്റ് സ്വിച്ച് വെച്ച് നമുക്ക് ഓഫ് ചെയ്യാവുന്നതാണ്. അപ്പോൾ സിമ്പിളാണ് കാര്യങ്ങൾ. താങ്ക് യു സോ മച്ച്.